ഹലോ വെൽക്കം ടു അവർ ചാനൽ ദ വീൽ ഓഫ് ഫോർച്യൂൺ 7/7 ടാറോട്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിന്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിംഗ്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റീഡിങ്സ് ജനറലൈസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, സോ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് ചിന്തിക്കുക. 3 ടൈംസ് അവരുടെ നെയിം പറയുക. ഇവിടെ കുറച്ച് പേഴ്സണൈസ്ഡ് റീഡിങ് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് കാർഡ്സ് ഷഫിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറേയൊക്കെ റിവേഴ്സ് ആയിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എന്റെ വ്യൂവേഴ്സിന്റെ പേഴ്സന്റെ കറന്റ് ഫീലിംഗ്സ് ഈ ഒരു ടൈമിൽ എന്താണ് എന്റെ വ്യൂവേഴ്സിനെ കുറിച്ചിട്ട്, റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് എന്റെ വ്യൂവേഴ്സിന്റെ പേഴ്സൺ ചിന്തിക്കുന്നുള്ളത്. ഡ്രീമിന്റെ കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. ദെൻ നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത് സ്ട്രെസ്സിന്റെ എനർജീസ് ആണ്. ആൻഡ് ദെൻ വന്നിട്ടുള്ളത് ലെറ്റിംഗ് ഗോ. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ ഏഞ്ചൽസ്, ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. ഇവിടെ കമ്പാരിസൺ എനർജീസ് ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത്. കാർഡ്സ് കാണാം എന്നുള്ളത് കമന്റ് ചെയ്യാട്ടോ, കാണാമോ എന്നുള്ളത്. സക്സസ്. ഇവിടെ വന്നിട്ടുള്ളത് സക്സസ് എനർജീസ് ആണ്. ഈ സക്സസ് സണ്ണിനെയാണ് പറയുന്നത് കേട്ടോ. 6 ഓഫ് കപ്സ് വാട്ടർ സൈൻ ആണ്. ബോട്ടം ഓഫ് ദി ഡെക്കില് മെച്യൂരിറ്റിയുടെ എനർജീസ് ആണ് വന്നിട്ടുള്ളത്. മെച്യൂരിറ്റി. ഈ ഒരു ടൈമിൽ എനിക്ക് നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കണക്ഷൻ ലെറ്റ് ഗോ ചെയ്തിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് മനസ്സിലായി ഈ ഒരു കണക്ഷനിൽ നിന്നിട്ട് കാര്യമില്ല. കാരണം ഒരു കണക്ഷനിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുമല്ലോ ഇതിൽ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ബെനിഫിറ്റ്സ് ഇവിടെ ഈ ഒരു കണക്ഷനിൽ നിന്ന് ഫീൽ ചെയ്യുന്നില്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ ഈ ഒരു കണക്ഷൻ ലെറ്റ് ഗോ ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. കാരണം എന്തെങ്കിലും ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ ഗൈഡ് ചെയ്തിട്ടുണ്ടാവാം ക്ലിയർ ആയിട്ട്. എന്താണ് നമ്മൾ ചില കാര്യങ്ങളൊക്കെ ലെറ്റ് ഗോ ചെയ്യുമ്പോഴാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം നടക്കുന്നുള്ളത്. അതായത് ആൾക്ക് റിയൽ ആയിട്ടുള്ള ഇഷ്ടം ഉണ്ടെങ്കിൽ ആൾക്ക് റിട്ടേൺ വരട്ടെ. എപ്പോഴും ഞാൻ മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കണക്ഷനിൽ, ഞാൻ മാത്രമാണ് എപ്പോഴും എഫോർട്ട് എടുക്കുന്നത്. അപ്പം ആളും കൂടി എഫോർട്ട് എടുക്കണം. ആൾക്കും ഈ ഒരു റിലേഷൻഷിപ്പ് പ്രയോറിറ്റി ആണെന്ന് എനിക്ക് മനസ്സിലാവണം എന്നുള്ള ഒരു എനർജിയിൽ നിങ്ങൾ നിൽക്കുകയാണ് ഈ ഒരു ടൈമിൽ. ഓക്കെ, ഇത് നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ ആണ്. ഇവിടെ 8 ഓഫ് കപ്സിന്റെ എനർജീസ് ആണ്. നമുക്ക് ലെറ്റിംഗ് ഗോ എനർജീസ് 8 ഓഫ് കപ്സിന്റെ എനർജീസ് ആണ് കേട്ടോ. ആൻഡ് ഇവിടെ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള രണ്ട് വ്യക്തികളാണ്. ഓക്കെ, എന്തൊക്കെയോ നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ ഡിഫറൻസസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഡിഫറൻസസ് എന്ന് പറയുന്നത് എന്താണ്, മേ ബി ഏജ് ഡിഫറൻസ് ആയിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ റിലീജിയസ് ഫാക്ടർ ആവാം, ബാക്ക്ഗ്രൗണ്ട് ഡിഫറൻസസ് ആവാം, അല്ലെങ്കിൽ നിങ്ങൾ കാണുമ്പോൾ തന്നെ ഡിഫറൻസസ് ഉണ്ടാവാം. ഒത്തിരിയധികം ഐ തിങ്ക് നിങ്ങളുടെ വ്യക്തി ഒത്തിരിയധികം എന്താ പറയാ ബ്യൂട്ടി കോൺഷ്യസ് ആയിരിക്കാം. ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടായിരിക്കാം നിങ്ങളിവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനത്തെ ഒരു എനർജീസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് നമുക്ക് സെവൻ ഓഫ് വാൻഡ്സിന്റെ എനർജീസ് ആണ് ഇവിടെ അഗെയിൻ കാണാൻ പറ്റിയിട്ടുള്ളത്. ഈ ഒരു 7 ഓഫ് വാൻഡ്സിന്റെ എനർജീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസന്റ് സിറ്റുവേഷൻ എനർജീസിനെയാണ് കാണിക്കുന്നത്, പ്രസന്റ് എനർജീസിനെയാണ് കാണിക്കുന്നുള്ളത്. നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ, നിങ്ങൾ ഈ ഒരു റീഡിങ് എപ്പോൾ കാണുന്ന ആ ഒരു ടൈം മുതൽ ഉള്ളൊരു എനർജീസ് ആണ് കേട്ടോ. ഈ ഒരു വ്യക്തി ഈ ഒരു ടാബിൽ വളരെയധികം സ്റ്റക്ക് ആയിട്ടുള്ള ഒരു എനർജിയാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഭയങ്കര സ്ട്രെസ് ആയിട്ടുള്ള ഒരു എനർജീസ് ആണ് ഫീൽ ചെയ്യുന്നത്. കൂടെ നിങ്ങൾ ഒത്തിരി അധികം മിസ് ചെയ്യുന്നുണ്ട്. 6 ഓഫ് കപ്സിന്റെ എനർജീസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുള്ളത്. നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു മെമ്മറീസ്, ആ ഒരു മൊമെന്റ്സ്, അതൊക്കെ ഈ ഒരു വ്യക്തി റീകോൾ ചെയ്യുന്നുണ്ട്. കാരണം ഈ ഒരു ഡ്രീമിന്റെ എനർജീസ് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എക്സാമ്പിൾ ഇവിടെ റെയർ കേസസ് മാത്രം നമുക്ക് പറയാം. ഞാൻ പറയാം, ലൈക്ക് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഫ്രണ്ട്ഷിപ്പിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ബന്ധമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടുമായിട്ടായിരിക്കും ഇവിടെ ഡീൽ ചെയ്യുന്നുള്ളത്. കുറേ കാലമായിട്ട് നിങ്ങൾ സെപ്പറേഷനിലായിരുന്നു, പെട്ടെന്ന് നിങ്ങൾ രണ്ടുപേരും വീണ്ടും അഗെയിൻ കണക്ട് ആയിട്ടുണ്ടാവും. ആ ഒരു ടൈമിൽ നിങ്ങൾ രണ്ടുപേരും മാരീഡ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, മാരേജ് രണ്ടുപേരും മാരീഡ് ആണ്. അതിനുശേഷം നിങ്ങൾ ഈ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്തു.
അത് കഴിഞ്ഞ് വീണ്ടും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ രണ്ടുപേരും സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു മെമ്മറീസ് മൊമെന്റ്സ് കണക്ട് ചെയ്തപ്പോഴേക്കും നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടാവും. അപ്പം ആ ഒരു എനർജിയിൽ ഈ ഒരു നിങ്ങൾ ഇവരുമായിട്ട് എഗെയിൻ ഒരു കണക്ഷനുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. ആ ഒരു എനർജീസ് നമുക്ക് ഇവിടെ കാണാം. എഗെയിൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ എനർജീസ് എന്താണെന്നറിയോ? ഇവിടെ ഇവർക്ക് നിങ്ങളോട് ഒരു കോ ഡിപ്പെൻഡൻസി ഉണ്ട്. ഇപ്പൊ നമ്മൾ പറയില്ലേ, നമ്മള് ചില ആളുകൾ അങ്ങനെയുണ്ട്. നമ്മളിപ്പോ ചിലരോട് സംസാരിച്ച് കഴിയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു കോ ഡിപ്പെൻഡൻസി തോന്നിപ്പോ അവരോട്. അവരില്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള ഒരു എനർജി, അല്ലെങ്കിൽ അവരില്ല നമുക്ക് ഒരു നിമിഷവും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്നുള്ള ഒരു എനർജി ഉണ്ടല്ലോ. അങ്ങനെ ഒരു കോ ഡിപ്പെൻഡൻസി നിങ്ങളോട് ഈ ഒരു വ്യക്തിക്കുണ്ട്. പക്ഷെ ഇവരത് കാണിക്കുന്നില്ല എന്നുള്ള ഒരു എനർജീസ് നമുക്ക് ഇവിടെ കാണാം. കാരണം എന്താണെന്ന് വെച്ചാൽ മെച്യൂരിറ്റിയുടെ എനർജീസ് ആണ്. ഇത് എംബ്രർ എനർജി പോലുള്ള ഒരു എനർജിയാണ് മെച്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പലപ്പോഴും നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ഇമോഷണലി ഒത്തിരിയധികം ഇമോഷൻ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കില്ല, അല്ലെങ്കിൽ ഇമോഷൻസിന് കൂടുതലായിട്ട് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു വ്യക്തി ആയിരിക്കില്ല. അപ്പം അങ്ങനത്തെ ഒരു എനർജീസ് ആണ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം എല്ലാവരും ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യണം എന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിക്കുള്ള കാര്യങ്ങളൊക്കെ ബെറ്റർ ആയിട്ട് നടന്നേനെ. പക്ഷെ ഈ ഒരു വ്യക്തി ഭയങ്കര പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു എനർജിയാണ്. ഈ ഒരു ടൈമിലും ഇവിടെ സെപ്പറേഷൻ എനർജീസ് ആണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റഡ് ആണ്. സെപ്പറേറ്റഡ് ആയിട്ട് ഇവിടെ ഈ ഒരു വ്യക്തി ഇവരുടേതായിട്ടുള്ള ലൈഫിലെ പ്രശ്നങ്ങളും പ്രോബ്ലംസിലും ശരിക്കും സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു അനാലിസിസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. കാരണം എനിക്ക് തോന്നുന്നു ഈ ഒരു വ്യക്തിയെ പലരും സിറ്റുവേഷൻസ് ആണ് കൺട്രോൾ ചെയ്തോണ്ട് പോകുന്നതെന്നാണ് ഇവിടെ ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം പലപ്പോഴും നമ്മൾ പലപ്പോഴും നമ്മുടെ ലൈഫിനെ കൺട്രോൾ ചെയ്യണം എന്നുള്ളതാണ്. പക്ഷെ ഈ ഒരു വ്യക്തിനെ കൺട്രോൾ ചെയ്യുന്നത് ഇവരുടെ ലൈഫിലുള്ള വ്യക്തികളാവാം, അല്ലെങ്കിൽ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളുകളാണ് ഇവിടെ ചുറ്റുമുള്ളത്. അപ്പം ആ ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് കേട്ടിട്ടുള്ള ആ ഒരു എനർജി ഈ ഒരു വ്യക്തിയും ആ ഒരു എനർജിയിലേക്ക് ട്രാൻസ്ഫോം ആവുന്ന ഒരു എനർജീസ് ആണ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. ഓക്കെ, സോ ഈ ഒരു പേഴ്സന്റെ എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ഡൗൺ ആണ്, വളരെയധികം സാഡ് ആണ്. പക്ഷെ എല്ലാവരുടെയും മുന്നിൽ കാണിക്കുന്നത് ഞാൻ വളരെയധികം ഹാപ്പിയാണ്, ഞാൻ എന്റെ ലൈഫ് ഏറ്റവും ബെറ്റർ ആയിട്ടാണ് പോകുന്നുള്ളത്, ഞാൻ വളരെയധികം എല്ലാ തരത്തിലും ഇപ്പം എനിക്ക് തോന്നുന്നു ജസ്റ്റ് റീസെന്റ് ആയിട്ട് കരിയറിൽ എന്തൊക്കെയോ അച്ചീവ്മെന്റ് ഈ ഒരു വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എന്തൊക്കെയോ അച്ചീവ്മെന്റ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും നിങ്ങളുടെ ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട് ചിന്തിക്കുമ്പോഴുള്ള ഒരു എനർജീസ് ആണെങ്കിലും ഈ ഒരു വ്യക്തി ഈ ഒരു കണക്ഷനിൽ ഒരു പ്രോഗ്രസ് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എപ്പോഴും ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങളെ മിസ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ ഇവർ നിങ്ങളുടെ കണക്ഷനിൽ ഒരു പ്രോഗ്രസ് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ പിന്നീട് അതിന് വേണ്ടിയിട്ട് ഒരു ആക്ഷനും എടുക്കുന്നുണ്ടാവില്ല. ഇവരുടെ ലൈഫിൽ ഒത്തിരി അധികം പ്രോബ്ലംസ് ഉണ്ട്. ആ ഒരു പ്രോബ്ലംസിനിടയ്ക്കാണ് ഇവിടെ നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുന്നത്, നിങ്ങളുമായിട്ടുള്ള അത് ഇവര് ഫ്രീ ടൈം കിട്ടുന്ന ടൈമിലാണ് നിങ്ങളെ മിസ് ചെയ്യുന്നുള്ളത്, നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുന്നത്. മേ ബി നൈറ്റ് ടൈമിലാവാം. നമ്മളിപ്പം കുറച്ച് ഫ്രീ ടൈം കിട്ടുന്ന ടൈമിലൊക്കെ ഈ ഒരു വ്യക്തി നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട്. മാക്സിമം ഒരു മൈൻഡ് ഡൈവേർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു എനർജീസ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. കാരണം ഇവര് ചിന്തിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ മനസ്സ് പറയുന്ന കാര്യങ്ങൾ നോക്കി പോയിട്ട് കാര്യമില്ല. എപ്പോഴും മൈൻഡ് പറയുന്നത് കേട്ടിട്ട് പോയാലേ ലൈഫിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു എനർജിയാണ് ഒരു വ്യക്തിക്ക്. Why here is the dream? Divine, please guide me. Why here is the dream? Dream clarify to you. Universe, please guide me. Why here is the dream? Four of Wands and energies ആണ്. നിങ്ങൾ ഓർക്കുന്ന ടൈമിലൊക്കെ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കണക്ഷനിൽ ഒരു ഹാർമണി വേണം, ഇതിലൊരു ബാലൻസ് വേണം. കാരണം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളാണ് ഈ ഒരു വ്യക്തിനെ ഏറ്റവും കൂടുതൽ കംപ്ലീറ്റ് ആക്കുന്നത്. ഇവരുടെ ലൈഫ് ടൈമിൽ നിങ്ങളെപ്പോലുള്ളൊരു വ്യക്തി ഇവർ കണ്ടിട്ടുണ്ടാവില്ല. നിങ്ങൾ അത്രമാത്രം നല്ലൊരു ഡൗൺ ടു എർത്ത് എനർജീസ് ആവാം, അത്രമാത്രം ലവിങ് ആയിരിക്കാം, കെയറിങ് ആയിരിക്കാം ഈ ഒരു വ്യക്തിനെ. ഇവരെ എപ്പോഴും കംപ്ലീറ്റ് ആക്കുന്നത്, ഒരു കംപ്ലീഷൻ എനർജി ഇവർക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളിലാണ്. ഒരു റിലാക്സേഷൻ, അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ലേ ഇവരത്തേക്കും റഫ് ആയിട്ടുള്ള എന്തൊക്കെ സിറ്റുവേഷൻസ് ഇവരുടെ ലൈഫിൽ വന്നാലും ഇവര് ആ ഒരു നിങ്ങളോട് വന്ന് പറയുമ്പോൾ നിങ്ങളുടെ അടുത്ത് അതിന് സൊല്യൂഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ എത്ര ബേർഡനിൽ നിൽക്കുന്ന ഒരു ടൈമിലാണെങ്കിലും നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിക്ക് ഒരു പീസ് ഉണ്ടാവുന്നുണ്ടാവും. അത് നിങ്ങളോട് തന്നെ ഈ ഒരു പേഴ്സൺ പറഞ്ഞിട്ടുണ്ടാവാം. ഓക്കെ, why here is stress? Please give me one card. Okay. See,
ഞാൻ പറഞ്ഞില്ലേ, ജസ്റ്റ് റീസെന്റ് ആയിട്ട് ഇവരുടെ ലൈഫിൽ പ്രസന്റ് എനർജീസിൽ ഇവരുടെ കരിയറിൽ ഫോക്കസ്ഡ് ആവുന്ന ഒരു ടൈമാണിത്. അപ്പം ഈ ഒരു എനർജിയിൽ ഇവർക്ക് ഇവരുടെ ലൈഫിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഇവർ അച്ചീവ് ചെയ്തിട്ടുണ്ട്. അതിന് എന്തൊക്കെയോ റിവാർഡ് ഈ ഒരു വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു, കരിയർ വൈസ് എന്തൊക്കെയോ വലിയൊരു ബ്ലെസ്സിങ്സ് ഈ ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്നു എന്നുള്ള ഒരു എനർജിയാണ്. പെന്റിക്കിളിന്റെ എനർജീസ് ആണ്. പെന്റിക്കിൾസ് മീൻസ് എന്താണ്? ക്യാഷ് ആണ്, അബൻഡൻസ് ആണ്. അപ്പം ആ ഒരു അബൻഡൻസ്, ആ ഒരു ക്യാഷ്, ആ മെറ്റീരിയലിസ്റ്റിക് ബ്ലെസ്സിങ്സ് ഈ ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ വേറൊരു എനർജീസ് നമുക്ക് ഒരു സെനാരിയോ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്, എനിക്ക് തോന്നുന്നു ഈ ഒരു വ്യക്തിയുടെ കയ്യിൽ ഒത്തിരി അധികം ക്യാഷ് ഉണ്ട്. അപ്പം ക്യാഷ് ഉള്ളത് കൊണ്ട് തന്നെ വളരെ റിച്ച് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടായിരിക്കാം നിങ്ങൾ ഡീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്താ, ഈ ഒരു വ്യക്തിനെ യൂസ് ചെയ്യുന്ന ആളുകൾ ഒത്തിരി അധികം അയാളുടെ ചുറ്റിനും ഉണ്ട്. അപ്പം എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ വലിയൊരു മനസ്സിലും ഉണ്ടാവുന്ന ഒരു വ്യക്തിയാവാം. ഇപ്പം ആരെങ്കിലും എന്തെങ്കിലും സങ്കടം പറയുകയാണെങ്കിൽ എന്റെ ലൈഫിൽ ഇങ്ങനെ പ്രശ്നങ്ങളാണ്, അങ്ങനെ പ്രശ്നങ്ങളാണെന്ന് പറയുമ്പോൾ മനസ്സലിവോട് കൂടി നിങ്ങൾ ഒത്തിരി, ഈ ഒരു വ്യക്തി ഒത്തിരി അധികം അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പം ആ ഒരു ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആ ഒരു കാര്യം ഇവിടെ ഈ ഒരു വ്യക്തിക്ക് വിനയായി മാറിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനത്തെ ഒരു എനർജീസ് എനിക്ക് പ്രസന്റ് സിറ്റുവേഷനിൽ ഈ ഒരു റീഡിങ്സിൽ കാണാൻ പറ്റുന്നുണ്ട്. മേ ബി ഈ ഒരു വ്യക്തി ആർക്കെങ്കിലും ക്യാഷ് കൊടുത്തിട്ടുണ്ടാവും, ഒരു വലിയ എമൗണ്ട് ആയിരിക്കും കൊടുത്തിട്ടുള്ളത്. ആ ഒരു എമൗണ്ട് ഈ ഒരു വ്യക്തിക്ക് റിട്ടേൺ കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പൊ അതിന്റെ പുറകെ നടക്കുകയാണ്. ആ ഒരു എനർജീസ് ഇവിടെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ സൺ എഗെയിൻ വന്നിട്ടുണ്ട് കേട്ടോ. സണ്ണിന്റെ കാർഡാണ് വന്നിട്ടുള്ളത്. ബോട്ടം ഓഫ് ദി ഡെക്ക് വീൽ ഓഫ് ഫോർച്യൂൺ. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളോടുള്ള ഫീലിങ്സിൽ ഇവർ ഈ ഒരു ടൈമിൽ ഇവർ ഏറ്റവും കൂടുതൽ നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മൈൻഡ് പറയുന്ന കാര്യങ്ങളിലേക്ക് ഇവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു എനർജീസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. കാരണം പലപ്പോഴും എന്താണ്, നമ്മള് ചില ആളുകളെ നമ്മൾ അത്രയും ഇന്റൻസ് ആയിട്ടുള്ള രീതിക്ക് മിസ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഒരിക്കലും നമ്മളുടെ നമ്മുടെ മൈൻഡ് പറയുന്നുണ്ടാവും കുറച്ച് വെയിറ്റ്, പക്ഷെ നമുക്കത് പറ്റത്തില്ല, എടുത്തു ചാടുന്നുണ്ടാവും നമ്മൾ എന്ന് പറഞ്ഞോളൂ. ഈ ഒരു വ്യക്തിയുടെ എനർജീസ് എനിക്ക് അതാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഇവര് ഈ ഒരു കണക്ഷനെ വിട്ടിട്ടുണ്ട് ശരിയാണ്, പക്ഷെ നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുന്ന ആ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തിക്ക് ഒരിക്കലും ഇവരുടെ മൈൻഡ് വെച്ചിട്ട് ഇവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഇവർ കൺട്രോൾ ചെയ്ത് ഇവർക്ക് നിൽക്കാൻ പറ്റുന്നില്ല ഇവർക്ക് ഇമോഷൻസിനെ. ആ ഒരു എനർജീസ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ഇവിടെ ഈ ഒരു കണക്ഷനിൽ ഈ ഒരു വ്യക്തി നിങ്ങളെ കമ്പയർ ചെയ്തിട്ടുണ്ടാവും, മറ്റുള്ള വ്യക്തിയായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ടാവും. അവരെങ്ങനെയാണ്, ഇവരെങ്ങനെയാണ്, എന്റെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ്, നിന്റെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ കമ്പയർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഈ ഒരു വ്യക്തി എന്താ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിക്ക് അതിന് വല്ലാത്തൊരു സങ്കടമുണ്ട്. ആ ഒരു എനർജീസ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ചെയ്തിട്ടുള്ള മിസ്റ്റേക്സുകൾ നമ്മളെ റിഗ്രഷനിലേക്ക് കൊണ്ടുപോകത്തില്ലേ, അപ്പം ആ ഒരു എനർജീസിലാണ് ഈ ഒരു വ്യക്തി ഈ ഒരു ടൈമിലുള്ളതെന്നാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. കമ്പാരിസൺ എനർജീസ് ആണ് കേട്ടോ. ഇവിടെ സൈൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നുള്ളത് ഏരിയസ്, ലിയോ, സജിറ്റേറിയസ് എനർജീസ് ഉണ്ട്. അതുപോലെ തന്നെ ഫയർ സൈൻ ആണ് കേട്ടോ, ഏരിയസ്, ലിയോ, സജിറ്റേറിയസ്. പിന്നെ ജെമിനൈ, ലിബ്ര, അക്വേരിയസ്, എയർ സൈൻ ആക്റ്റീവ് ആണ്. പിന്നെ ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് ലിറ്റിൽ ബിറ്റ് നമുക്ക് ഇവിടെ കാണാം. കാരണം 6 ഓഫ് കപ്സ് വന്നിട്ടുണ്ടായിരുന്നു, അതുപോലെ 8 ഓഫ് കപ്സ് വന്നിട്ടുണ്ടായിരുന്നു, 9 ഓഫ് കപ്സ് വന്നിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു എനർജീസ് ഒക്കെ വാട്ടർ സൈൻ ആണ്. വാട്ടർ സൈനിൽ തന്നെ അക്വേരിയസും പൈസസും എനർജീസ് ആണ് കേട്ടോ. പൈസസ് എനർജീസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. എയർ സൈൻ നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. എയർ സൈനും ആക്റ്റീവ് ആണ്. 6 ഓഫ് ക്ലൗഡ്സിന്റെ എനർജീസ് ആണ്. അതായത് കമ്പാരിസൺ, 6 ഓഫ് ക്ലൗഡ്സ്, 6 ഓഫ് സോൾസിന്റെ എനർജീസ്. 6 ഓഫ് സോൾസ് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, 6 ഓഫ് സോൾസിന്റെ എനർജീസ്. ഇത് ഈ കമ്പാരിസൺ സണ്ണിനെ കമ്പാരിസൺ ചെയ്തിരിക്കുന്നത് 6 ഓഫ് സൺ ആണ് കേട്ടോ. എഗെയിൻ സൺ 2 ടൈംസ് സണ്ണും വന്നിട്ടുണ്ട് ഇവിടെ. ഈ ഒരു കണക്ഷനിൽ ഈ ഒരു വ്യക്തി പ്രസന്റ് സിറ്റുവേഷനിൽ ഈ ഒരു വ്യക്തി ഒരു കണക്ഷനിൽ ഒരു ഹീലിംഗ് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കണക്ഷനെ റീബർത്ത് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ബട്ട് ഈ ഒരു വ്യക്തിയുടെ മൈൻഡിൽ ഇവർ കൂടുതലായിട്ടും കരിയറിലാണ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ എന്നാൽ പോലും ഈ ഒരു വ്യക്തി ഈ ഒരു കണക്ഷനിൽ ഒരു ന്യൂ സ്റ്റാർട്ട് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു സ്റ്റെബിലിറ്റി ഒരു കണക്ഷനിലേക്ക് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്.
മേ ബി അത് നിങ്ങളുടെ ഇന്നർ വർക്ക് ആവാം, നിങ്ങൾ പ്രാക്ടിക്കൽ ആയിട്ട് ഇരിക്കുന്നത് കൊണ്ടല്ല, നിങ്ങൾ ഈ ഒരു കണക്ഷനെ വിട്ടത് കൊണ്ടാവാം. എന്താണേലും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ളതിനൊക്കെ ഒരു റിഗ്രഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളോട് ഒത്തിരി അധികം നുണകൾ പറഞ്ഞിട്ടുണ്ടാവാം, നിങ്ങളെ പറ്റിച്ചിട്ടുണ്ടാവാം, ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം. അതിനൊക്കെ ഈ ഒരു വ്യക്തി വളരെയധികം സോറി ഫീൽ ചെയ്യുന്നുണ്ട്. അത് സോറി ഫീൽ ചെയ്യാൻ തന്നെ ഉള്ളതാണ് ഏറ്റവും വലിയൊരു ഒരാൾ റിഗ്രറ്റ് ചെയ്യുകയോ ഒരാൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് റിഗ്രഷൻ വരിക എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ്. കാരണം ഇന്നത്തെ കാലത്ത് ആരും അവർ ചെയ്യുന്ന പ്രവർത്തികൾ റിഗ്രഷൻ ചെയ്യാറേ ഇല്ല. ഞാൻ ചെയ്തതാണ് നല്ലത്, ഞാൻ ചെയ്തതാണ് നല്ലത് എന്നുള്ള ഒരു എനർജീസ് ഉണ്ടാവും. പക്ഷെ ഇവർ നിങ്ങളുടെ മുന്നിൽ ഇത് അക്സെപ്റ്റ് ചെയ്യത്തൊന്നുമില്ല. ഞാൻ ചെയ്തത് തെറ്റായിരുന്നു, നിന്നോട് ഞാൻ ട്രീറ്റ് ചെയ്തത് തെറ്റായിരുന്നു എന്ന് ഇവർ അക്സെപ്റ്റ് ചെയ്യത്തില്ലെങ്കിൽ ഇവരുടെ മനസ്സിലുണ്ട് ഞാൻ ആ ഒരു വ്യക്തിയോട് ചെയ്തത് ഏറ്റവും മോശപ്പെട്ടിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഓക്കെ, ഇവിടെ മെയിൻ ആയിട്ടും ഡിവൈൻ ആണ് റോൾ പ്ലേ ചെയ്യുന്നുള്ളത്. നമ്മൾ പറയത്തില്ലേ, മേ ബി ഈ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്ത ടൈമിലല്ല, നിങ്ങളുടെ ഈ ഒരു കണക്ഷനിൽ ഇത്രയും സിറ്റുവേഷൻസ് സംഭവിക്കുന്ന ടൈമിൽ നിങ്ങളുടെ സമയം മോശമായിരിക്കാം. നിങ്ങളുടെ അടുത്തേക്ക് ആയിരിക്കില്ല ഒരു വീൽ ഓഫ് ഫോർച്യൂൺ ആ ഒരു എനർജി നിന്നിട്ടുള്ളത്. പക്ഷെ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ ഫേവറിലാണ് ഈ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ നിൽക്കുന്നുള്ളത്, ഈ ലക്ക് നിൽക്കുന്നുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തിക്ക് ഇത്രയും റിഗ്രഷൻ ഉണ്ടായത് ഇനി നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോകുന്നുള്ളത്. ഇവിടെ ഇതുവരെ നിങ്ങളെ കുറിച്ചിട്ട് തന്നെ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഒരു വ്യക്തി ഫുൾ ടൈം കരിയറിൽ ഫോക്കസ്ഡ് ആണ്, എന്നെ കുറിച്ചിട്ട് ചിന്തിക്കുന്നില്ല, ഫാമിലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അല്ല, ഓക്കെ, അങ്ങനെയല്ല. ഇവർ നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട്. ഇതിന്റെ ഇടയ്ക്കൂടി ഇവർ നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട്, നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള മെമ്മറീസ്, ആ ഒരു മൊമെന്റ്സ്. പക്ഷെ ഏറ്റവും കൂടുതൽ ഇവർ എന്നിട്ട് വീണ്ടും കരിയറിലേക്ക് ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ അടുത്തേക്ക് വരാതിരിക്കാനായിട്ടുള്ള ഒരു എനർജിയാണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും, ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് വല്ലാത്ത ഇഷ്ടമാണ്, നമ്മുടെ മൈൻഡിനെ എടുത്ത് കളയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെയുള്ള ഒരു ബന്ധങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എത്ര സ്റ്റക്ക് ആവാതെ മൂവ് ഓൺ ചെയ്യാൻ ശ്രമിച്ചാലും അതിൽ മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പം നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം, നിങ്ങളോടുള്ള ആ ഒരു ഇമോഷൻസ്, ഇവർക്ക് മ്യൂച്വൽ ലവ് ഇവിടെ നിങ്ങളോട് ഉണ്ടായിരിക്കാം. അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുള്ള ഒരു എനർജീസ് വന്നിട്ടുള്ളത്. പിന്നെ നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു എനർജീസ്, അല്ലെങ്കിൽ ഇവരെ ചേസ് ചെയ്യുന്നില്ല, ഇവരുടെ പുറകെ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അതും ഉണ്ട് ഒരു കാര്യം. ഞാൻ എപ്പോഴും പറയും ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ ആ ലെറ്റിംഗ് ഗോഡ് എനർജീസ് ആണ്, അതിന്റെ ആ ഒരു ബ്ലെസ്സിങ്സ് ആണ് നിങ്ങൾക്ക് റിസീവ് ആയിക്കൊണ്ടിരിക്കുന്നുള്ളത്. ഇപ്പം നമ്മള് ഫോർ എക്സാമ്പിൾ നമ്മൾ നോ കോണ്ടാക്ട് ടൂളിൽ പോയിട്ട് ആൾ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടില്ല, വീണ്ടും നിങ്ങൾ ആ ഒരു എനർജിയിൽ തന്നെ നിൽക്കുക, ലെറ്റിംഗ് ഗോ ചെയ്യുക, യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക. അപ്പം ആ ഒരു ടൈമിൽ 3-4 മാസമൊക്കെ കഴിഞ്ഞാലും ആൾക്ക് റിയലൈസേഷൻ ഉണ്ടായി, ആൾ തിരിച്ചു വരുന്നുണ്ടാവും. അപ്പൊ നമ്മളൊരു വ്യക്തിയല്ലേ, അപ്പം എല്ലാവർക്കും ഫീലിങ്സ് ഇമോഷൻസും ഉണ്ട്. അപ്പം അതിൽ ഇപ്പോഴാണ് ഒരു റിഗ്രഷൻ ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ ഇവർക്ക് ഇപ്പോഴാണ് ഒരു റിയലൈസേഷൻ നിങ്ങളുടെ വേർത്ത് മനസ്സിലായിട്ടുള്ളത്. അപ്പൊ നമ്മൾ അവൈലബിൾ ആവാതിരിക്കുമ്പോഴായിരിക്കും എപ്പോഴും എല്ലാവർക്കും ഒരു വേർത്ത് മനസ്സിലാവുന്നത്. സോ എപ്പോഴും സെൽഫ് ലവിന്റെ ആ ഒരു എനർജിയിൽ നിൽക്കുക, കൂടുതലായിട്ട് മറ്റുള്ളവർക്ക് അവൈലബിൾ ആവാതിരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് ഈ ഒരു വ്യക്തിയെ, ഫൈൻ, അത് നിങ്ങളുടെ മനസ്സിലിരുന്നാൽ മതി. കൂടുതലായിട്ട് അങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യുമ്പോഴായിരിക്കും ഓരോ ബന്ധത്തിലും നമുക്ക് വാല്യൂ ഇല്ലാതായി പോകുന്നുള്ളത്. ഓക്കെ, ആ ഒരു എനർജിയിലേക്ക് പോവാതിരിക്കുക. സോ ഇവിടെ 10 ഓഫ് വീൽ ഓഫ് ഫോർച്യൂൺ, 10 എനർജീസ് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. 10 മീൻസ് കംപ്ലീഷൻ. ഇവിടെ സംതിങ് കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ റിഗ്രഷന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാർഡ്സ് വന്നിട്ടില്ല, പക്ഷെ വന്നിട്ടുണ്ട്, ഞാൻ പറയുന്നുണ്ടായിരുന്നു അത് എനർജി വൈസിൽ. പക്ഷെ ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്കിൽ 5 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഈ ഒരു വ്യക്തിക്ക് റിഗ്രഷൻ ഉണ്ട്, നല്ല രീതിക്ക് റിഗ്രഷൻ ഉണ്ട്. നിങ്ങളെ പിടിച്ച് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം, മേ ബി ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചതിന്, എല്ലാത്തിനും ഈ ഒരു വ്യക്തിക്ക് റിഗ്രഷൻ ഉണ്ട്, ഞാൻ ചെയ്തത് തെറ്റായി പോയി എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ ഈ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്യാന്നുള്ളത് മേ ബി ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തിയുടെ ലൈഫിലാണെങ്കിലും നല്ലത് സംഭവിക്കുന്നുണ്ട്. ഇയാളുടെ ലൈഫിനെ ഹാപ്പി ആയിട്ട് വെക്കാനുള്ള എല്ലാ തരത്തിലുള്ള ബ്ലെസ്സിങ്സും അബണ്ടൻസും യൂണിവേഴ്സ് ആയിട്ട് ഈ ഒരു വ്യക്തിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഒരു കുറവ് ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രമാത്രം ഈ ഒരു വ്യക്തി സ്നേഹിച്ചിട്ടുണ്ട്, ഇവരുടെ ലൈഫിൽ അത്രയും വാല്യൂ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇവർ പറഞ്ഞാലും ഇല്ലെങ്കിൽ അത്രയും വാല്യൂ ഇവർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് റിയലൈസ് ചെയ്യാനായിട്ട് കുറച്ച് പാടുപെട്ടു ഈ ഒരു വ്യക്തി. നമ്മളിപ്പോ പറയില്ലേ, ഒരു കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയത്തില്ലെന്ന് പറഞ്ഞ പോലെ, നിങ്ങൾ ഇല്ലാതിരുന്ന ആ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ വേർത്ത് മനസ്സിലായിട്ടുണ്ട് നന്നായിട്ട്. അതാണ് ഇവിടെ ഒരു റീകോൺസിലേഷൻ എന്നുള്ള ഒരു എനർജിയിലേക്ക് വരുന്നുള്ളത്. ഇവര് റീകോൺസൈൽ ചെയ്യുന്നുണ്ടാവും, പക്ഷെ ഇവിടെ വിൽ ഓഫ് ഫോർച്യൂണിന്റെ ഒരു എനർജീസ് ആണ് വന്നിട്ടുള്ളത്. ഇവിടെ ചിലർക്കൊക്കെ ഡിവൈൻ ടൈമിംഗ് എടുത്തിട്ടുണ്ടാവും, യൂണിവേഴ്സ് ആയിട്ട് ആഗ്രഹിക്കുന്ന ഒരു ടൈമിങ്. അപ്പം ആ ഒരു എനർജിയിൽ നിങ്ങൾക്ക് ഇവിടെ റീകോൺസിലേഷൻ പോസിബിൾ ആവും. പെട്ടെന്നൊന്നും ഞാൻ പറയല്ല, ഇവരുടെ മൈൻഡിൽ ഇപ്പോൾ ഈ ഒരു തോട്ട്സ് ആണ്, നിങ്ങളുമായിട്ട് കണക്ട് ആവണം എന്നുള്ള ഒരു തോട്ട്സ്, ഒരു റിഗ്രഷൻ ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ അപ്പം ആ ഒരു എനർജിയിൽ ഈ റീഡിംഗ് കണ്ടിട്ട് ആരും പോയി അവരെ ചേസ് ചെയ്യാനൊന്നും നിൽക്കേണ്ട, റിഗ്രഷനിലാണല്ലോ എന്നുള്ളത് പറഞ്ഞിട്ട്. കാരണം ഇത് ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ വലിയൊരു കാര്യം തന്നെയാണ്. പേഴ്സണലൈസ്ഡ് റീഡിംഗ് ബുക്ക് ചെയ്യാട്ടോ, വേണം എന്നുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ നിങ്ങൾ ചേസ് ചെയ്യാനായിട്ട് പോയേ വേണ്ട ഈ ഒരു വ്യക്തിയെ. ആ ഒരു ഗൈഡൻസ് ആണ് എനിക്ക് ഫൈനലി തരാനുള്ളത്. കാരണം ചേസ് ചെയ്യണ്ട,
ഒരാൾ അവരുടെ മിസ്റ്റേക്ക് മനസ്സിലാക്കി വരണം. നമ്മളായിട്ട് ചേസ് ചെയ്തിട്ടല്ല അവർ നമ്മുടെ ലൈഫിലേക്ക് വരേണ്ടത്. നമ്മൾ ഒരിക്കലും സ്നേഹം ബെഗ് ചെയ്ത് വാങ്ങാനായിട്ടുള്ളതല്ല, യാചിച്ച് വാങ്ങേണ്ട ഒന്നല്ല സ്നേഹം. അത് അറിഞ്ഞു തരുമ്പോഴാണ് അത് കുറെ കാലം നിലനിൽക്കുന്നത്. ഓക്കെ, സോ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. നമുക്ക് കുറച്ച് പെയിൻ ഒക്കെ ഉണ്ടാവും, ആള് നമ്മളെ ഇട്ടിട്ട് പോയി അല്ലെങ്കിൽ നമ്മളോട്ട് കണക്റ്റഡ് ആയിട്ടില്ല എന്നുള്ളതിനനുസരിച്ച് കുറച്ച് പെയിൻ ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ എന്തോരം നിങ്ങളിപ്പോ ഒരാളെ പോയി ചേസ് ചെയ്യാതിരുന്നിട്ടും ചേസ് ചെയ്തിട്ടും കാര്യമില്ല. കാരണം എന്താ, ആ ടൈമിലും ആൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാവില്ല, നിങ്ങൾ ചേസ് ചെയ്യാതിരുന്നാലും ആൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ രണ്ട് റിസൾട്ട് സെയിം ആണ്. അപ്പൊ പിന്നെ എന്നാ പിന്നെ അനങ്ങാടങ്ങിരുന്നൂടെ, എന്തിനാ വെറുതെ സെൽഫ് റെസ്പെക്ട് കൂടെ കളയുന്നത്? അതിന്റെ ആവശ്യമില്ല കേട്ടോ. ആരെങ്കിലും നിങ്ങളെ വേണ്ട എന്നുള്ള ഒരു എനർജിയിൽ പോയിട്ടുണ്ടെങ്കിൽ ഓക്കെ, ലെറ്റ് ദം ഗോ. പിന്നെ റിയലൈസ് ചെയ്യാനായിട്ട് അനുവദിക്കുക. അവർക്ക് നിങ്ങളുടെ വേർത്ത് മനസ്സിലായി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് തിരിച്ചു വരുന്നുണ്ടാവും കേട്ടോ. അപ്പൊ ഇന്നത്തെ റീഡിങ്സിൽ എനിക്ക് ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലായിട്ടുള്ളത്. ഈ ഒരു ഗൈഡൻസും ആണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളത്. സോ താങ്ക് യു സോ മച്ച്.